ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ വന്നിട്ടുള്ള ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാ. ഇതിലോട്ട് ഞാൻ അധികം വെജിറ്റബിൾസ് ഒന്നും എടുത്തിട്ടില്ല, കുറച്ച് തരം എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ലോക്കി ഇല്ലേ അത് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്, ഗോവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ചേന എടുക്കാം, പിന്നെ നമ്മുടെ നീളം പയറില്ലേ ഒടിച്ചുള്ള എന്നൊക്കെ പറയുന്ന ആ പയർ എടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീൻസ് എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പൊക്കെ എടുക്കാം കേട്ടോ. അപ്പം ഞാനിത് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഇതിന് അത്യാവശ്യമുണ്ട്. അപ്പോൾ ഇത് ഞാൻ സ്റ്റൗവിലോട്ട് ഒരു പാൻ വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മുടെ എല്ലാ വെജിറ്റബിൾസും നീളം അരിഞ്ഞത് ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 3 ഗ്രീൻ ചില്ലി നടുകീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വേപ്പിൻ്റെ ഇല ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, കറിവേപ്പിൻ്റെ ഇല അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കോക്കനട്ട് ഓയിൽ ഇല്ലേ അതൊരു 3 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടി ഒരു വലിയ ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നു. പിന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ഇപ്പോഴൊക്കെ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. വെജിറ്റബിൾ ഇട്ടപ്പോൾ തന്നെ ഞാൻ സ്റ്റൗ ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലോട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം, ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ധാരാളം കേട്ടോ, പിന്നെ വെജിറ്റബിൾസിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അറിഞ്ഞു വരും. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം തന്നെ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ, പിന്നെ കൂടുതലൊന്നും ഒഴിച്ചിട്ടില്ല. ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്കിത് വേവിച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ 2-3 പ്രാവശ്യം തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, കാരണം വെജിറ്റബിൾസ് താഴേക്കും മേലക്കും ഒന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ 2-3 തവണയൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ അതിലോട്ട് കാണിച്ചിട്ടില്ല, വീഡിയോ കുറേ ലോങ് ആയി പോകും. അപ്പോൾ ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ എയർ ഹോളില്ലേ ഞാൻ അതൊന്ന് ഒരു പേപ്പർ വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, പുറത്ത് പോകാണ്ടിരിക്കാൻ. ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഞാൻ മിക്സി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 2 ഗ്രീൻ ചില്ലിയും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഞാൻ നമ്മുടെ തേങ്ങയില്ലേ ഒരു ഹാഫ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ, അത് അതിലോട്ട് ഇട്ട് കൊടുത്ത് ചെറിയ ജീരകം ഞാനൊരു ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങ ഞാൻ ഒരു ഹാഫിന് എടുത്തിട്ടുണ്ട് കേട്ടോ, അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനതൊന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ അരയണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുങ്ങി വരുന്ന പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഏകദേശം ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ അതിലോട്ട് നമ്മുടെ അരച്ച് വെച്ചിട്ടില്ലേ ആ അരപ്പങ്ങ് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അരപ്പങ്ങ് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഫുള്ളായിട്ട് അരപ്പ് ഞാൻ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഫുൾ ഇതിലോട്ട് ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി ഇതിലും വല്ല വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് വറ്റിപ്പോകുന്നവരെ ഞാനൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വെള്ളമൊക്കെ വറ്റുന്നവരെ വെയിറ്റ് ചെയ്ത് നിന്നുണ്ട് കേട്ടോ. അപ്പം അതിൽ അധികം വെള്ളമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലോട്ട് ഞാൻ നമ്മളുടെ ചെറിയ ഉള്ളിയില്ലേ അതൊരു 5-6 എണ്ണം, ഒരു 10 എണ്ണം ഉണ്ടാവും, നല്ല വലിയതാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചതച്ചതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ തേങ്ങ അരക്കുമ്പോൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഇങ്ങനെ അരച്ചിട്ട് എടുക്കുമ്പോഴില്ല, അരക്കുന്നത് ചതച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അത് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു വേണം കേട്ടോ. അതിൻ്റെ ആവിയിൽ തന്നെ അതൊക്കെ ശരിയായിക്കോളും. ഇനിയിപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതിലോട്ട് ഞാൻ ഒരു കപ്പ് 250 ml കപ്പിൽ ഒരു തൈര് ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിച്ചിട്ടൊന്നുമില്ല, അതിൽ കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് തൈരിലും അധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല കട്ട തൈര് തന്നെ ഇരുന്നു. വെള്ളമുള്ള തൈരെന്നുണ്ടെങ്കിൽ അത് വറ്റാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇതിലോട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. ഇനി ഇതിലോട്ട് കുറച്ച് കോക്കനട്ട് ഓയിലും കൂടി ഒന്ന് അതിൻ്റെ മേൽക്കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ എയർ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചെറിയുള്ളൊക്കെ അതിലിരുന്നിട്ട് തന്നെ സെറ്റ് ആയിക്കോളും, നല്ല സ്മെൽ. അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ.